സ്നാനപ്പെട്ടാൽ എന്തോ സംഭവിക്കുമെന്നാ ഈ പറയുന്നേ? എന്താ ഈ സംഭവിക്കുന്നേ? ആരടി അയ്യോ അതങ്ങ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആകെപ്പാട് ഇടിഞ്ഞു പൊളിയ. ഞങ്ങൾ പിടിച്ചോളാന്നേ. ആകാശം അങ്ങോട്ട് ഇടിഞ്ഞ് താഴോട്ട് പോരുകയാണെങ്കിൽ അങ്ങോട്ട് താങ്ങിക്കൊള്ളാമെന്നേ. മൊത്തം ആകാശം ചാടുകയാണെങ്കിൽ പിന്നെ ജീവിച്ചിട്ട് കാര്യമുണ്ടോ? ആ കൂടെ അങ്ങ് ചത്തുപോയിക്കൂടെ? പിന്നെ ജീവിച്ചിട്ട് എന്നാ കാര്യമെന്നേ? ഈ പാരമ്പര്യങ്ങൾ പൊളിക്കുക എന്നുള്ളത് വലിയ വിഷമമാണ്. ചില ആൾ, ഞാനൊരു കാര്യം പറയട്ടെ, എന്തോ സംഭവിക്കാനാ? ഇപ്പോൾ ഞാനതിന് ഈ ഭക്ഷണത്തിൻ്റെ ഉദാഹരണം പറയാറുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ ഈ പെരുമ്പാവൂര് വേങ്ങൂർ ഭാഗത്തൊക്കെ ഉണ്ട്. ഈ ഇറച്ചിമീനൊക്കെ വെച്ചാൽ അരപ്പാണ് ഞങ്ങൾക്ക് പ്രധാനം. അരപ്പ് എന്ന് പറഞ്ഞാൽ അത് ശരിക്കും അങ്ങോട്ട് അരച്ച് ചാറ് നല്ല സൂപ്പറായിട്ട് ചേർക്കുക എന്നുള്ളതാണ്. കോട്ടയം പത്തനംതിട്ട ഭാഗത്തോട്ട് വന്നാൽ ഈ ഇറച്ചിമീനകത്തൊക്കെ തേങ്ങ കൊത്തൊക്കെ ഇട്ട് വറുത്തിടുന്നത് കാണാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കടിക്കാൻ കിട്ടും. നിങ്ങൾക്കറിയാമോ, തൃശ്ശൂർ ഭാഗത്ത് ചെന്നാൽ വാളൻപുളി ഇട്ടാ മീൻകറി വെക്കുന്നത്, കോൽപ്പുളി. ഞങ്ങളുടെ നാട്ടിൽ മറ്റേയും കോൽപ്പുളി ഇട്ട് വെച്ചാൽ തെങ്ങിൻ്റെ ഒട്ടി കിടക്കും. ആരും അത് കഴിക്കത്തില്ല. ചോദ്യം ഇതാണ്, അല്ല പത്തനംതിട്ടക്കാരുടെ തേങ്ങ വറുത്തിട്ട മീൻകറിയാണോ, എറണാകുളംകാരുടെ അരച്ച് ചേർത്ത മീനാണോ, തൃശ്ശൂർക്കാരുടെ കോൽപ്പുളി ചേർത്ത മീൻകറിയാണോ? ഏത് ഭക്ഷണമാണ് നല്ലത്? ഒരു ചോദ്യം. ഏത് ഡിസ്ട്രിക്റ്റിലെ ഭക്ഷണമാണ് നല്ലതെന്നാ ചോദിച്ചേ നിങ്ങളോട്. നിങ്ങളിങ്ങനെ മിണ്ടാതിരിക്കും, ഞാൻ തന്നെ ഉത്തരം പറയാം. സത്യം പറയാമല്ലോ. ഏറ്റവും നല്ല ഭക്ഷണം എന്ന് പറയുന്നത് കിടങ്ങന്നൂർക്കാരുടെ ഭക്ഷണമാണ് ഏറ്റവും നല്ലത്. എന്ന് വരെ, ഇന്ന് രാത്രി വരെ. നാളെ കഴിഞ്ഞാൽ പിന്നെ നാളെ എനിക്ക് പുറ്റടി കട്ടപ്പനയിലെ ഭക്ഷണമാണ് ഇഷ്ടം. നാളെ കഴിഞ്ഞ് പുനലൂർ ഇളമ്പലിലെ ഭക്ഷണമാണ് ഇഷ്ടം. തിങ്കളാഴ്ച അമ്പൂരി കുടപ്പനമൂട് ഭക്ഷണമാണ് ഇഷ്ടം. ചൊവ്വാഴ്ച കോതമംഗലത്തെ ഭക്ഷണമാണ് ഇഷ്ടം. കാരണം ഞങ്ങൾ എവിടെ ചെല്ലുന്നു അവിടുത്തെ ഭക്ഷണം കൊണ്ട് കഴിക്കുക. ഞാൻ അങ്ങോട്ട് പറഞ്ഞോട്ടെ, അല്ല തൃശ്ശൂർക്കാരുടെ ഭക്ഷണം നിങ്ങൾ ഇന്ന് കഴിച്ചാൽ എന്തോ സംഭവിക്കും വച്ചാ? എന്തോ സംഭവിക്കാനാണെന്ന്? ഒരു പക്ഷേ 1 or 2 ദിവസം അല്ലെങ്കിൽ ഒരു നേരം വയറൊന്ന് ഡിസോർഡർ ആകുമായിരിക്കും. അത് വലിയ പ്രശ്നമൊന്നും അല്ലെന്നേ. വല്ലപ്പോഴൊക്കെ അങ്ങനെ സംഭവിക്കണ്ടേ? ഒരു കഷണം ചെറുനാരങ്ങ നീരിൽ ഞങ്ങൾ ആ പ്രശ്നം തീർക്കും. ഇത്രേ ഉള്ളൂ പ്രിയപ്പെട്ടവർ. നിങ്ങൾ ഈ പേടിക്കുന്ന പാരമ്പര്യം. രക്ഷിക്കപ്പെട്ടാൽ, സ്നാനപ്പെട്ടാൽ, ദൈവത്തിന് വേണ്ടി പരസ്യമായി വേദപുസ്തകം എടുത്താൽ, നന്നായി ഒന്ന് ആരാധിച്ചാൽ, സ്ഥലകാലം മറന്ന് നരിയാണിയോളമല്ല, മുട്ടോളമല്ല, അരയോളമല്ല, ഒന്ന് ശക്തമായി പാട്ടുകാരുടെ കൂടെ ഒന്ന് ആരാധിച്ചു പോയാൽ നാട്ടുകാർ കാണുമെന്നും മതങ്ങൾ കാണുമെന്നും അവിടെ ഇവിടെ റിപ്പോർട്ടിൽ നിന്നൊക്കെ പേടിച്ചിരിക്കാതെ കാലമിനി അധികമില്ലെന്നേ, ഇതൊന്നും പൊളിഞ്ഞടന്ന് പോകത്തില്ലെന്നേ. അതുകൊണ്ട് ഈ രാത്രിയിൽ പൊളിക്കേണ്ടതിനെ പൊളിക്കാതെ, തകർക്കേണ്ടതിനെ തകർക്കാതെ, ഉടയ്ക്കേണ്ടതിനെ ഉടയ്ക്കാതെ ഒരുവൻ ക്രിസ്തുവിലായാൽ, അങ്ങനെയാകാതെ ദൈവത്തിന് സിട്ടിയാകാൻ കഴിയില്ല സുഹൃത്തേ. ഒന്നുകിൽ പറയണം ഞങ്ങൾ ഈ ചെയ്തൊക്കെ തെറ്റാണെന്ന് പറയണം, ഇല്ലെങ്കിൽ പറയണം ശരിയാണ്, പ്രാർത്ഥിക്കണം എന്നെങ്കിലും പറയണം. അതുകൊണ്ട് പഴമകളെ പകർക്കുന്ന ഒരു കർത്താവ്, പാരമ്പര്യങ്ങളെ ഉടയ്ക്കുന്ന ഒരു കർത്താവ്, ആചാരങ്ങളുടെ മേൽ, അതിന്റെ ചണ്ടിക്കൂമ്പാരത്തിന്റെ മേൽ ആത്മാവിന്റെ യാക്തി ഇറക്കുന്ന ഒരു ദൈവം നിങ്ങൾ കണ്ടോ? യേശു കർത്താവിനെ വന്യവയോധികനായ ശിമയോൻ കയ്യിലെടുക്കുന്ന രംഗം നിങ്ങൾ കണ്ടോ? എവിടാ? പള്ളിമുറ്റത്ത്. അപ്പൊ അകത്തെന്നാ പണി അറിയാമല്ലോ. ആലയത്തിനകത്തെ ആളുകൾ യഹോവയെ ആരാധിക്കുന്ന സമയത്ത് ആദ്യത്തെ ആരാധന നിങ്ങൾ കണ്ടോ? ശിമയോന്റെ കയ്യിൽ യേശു കർത്താവ് ഉണ്ടോ? അമ്മ മറിയ അവിടെ ഉണ്ട്. ആണ്ട് ഹന്ന പ്രവ ഓടി വരുന്നു. 3 പേരും കൂടെ ചേർന്ന് പറഞ്ഞ വാക്കറിയാം. ഒരാൾ പറയുന്നു, ഇപ്പോൾ നാഥ അടിയനെ സമാധാനത്തോടെ പറഞ്ഞയക്കേണം. പ്രവാചക പറയുന്നു, ഞാൻ പറഞ്ഞില്ലേ രക്ഷകൻ വരുമെന്ന്. മറിയുടെ ഉള്ളിലറിയാം ഇവൻ ആരാണെന്ന്. ആ 3 പേരും ചേർന്നപ്പോൾ ആലയത്തിനകത്ത് ആരാധന അവിടെ ക്ലോസ് ചെയ്തിട്ട് യേശു എവിടെയാണോ ഇരിക്കുന്നത്, 2 or 3 പേർ എന്റെ നാമത്തിൽ കൂടി വരുമ്പോൾ അവരുടെ നടുവിലേക്ക് പള്ളിയുടെ അകത്തളം വിട്ട് മുറ്റത്തിരിക്കുന്ന യേശുവിന്റെ ചുറ്റുമിരിക്കുന്നവരുടെ ഇടയിലേക്ക് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നതുപോലെ യെരൂശലേം ദേവാലയത്തിനകത്ത് ആരാധന നടക്കുമ്പോൾ 120 മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നതുപോലെ ഇന്ന് രാത്രിയിൽ
പാരമ്പര്യം പൊളിക്കാൻ തയ്യാറാകുന്നെങ്കിൽ, ആചാരങ്ങൾ ഇടാൻ തയ്യാറാകുന്നെങ്കിൽ, മാളിക മുറിയിൽ ഇറങ്ങിയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, ആലയത്തിന്റെ മുറ്റത്തേക്ക് ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിൽ കരമടിച്ചാരാധിക്കുന്ന നിന്റെ അകത്തളത്തിലേക്ക് ഇടുത്തി കിടക്ക ഇറങ്ങി വരികയും നിന്നെ പുതിയ സൃഷ്ടിയാക്കുവാൻ എന്റെ ദൈവത്തിന് കഴിയുകയും ചെയ്യും. പഴയതിനെ പൊളിക്കുന്നേ, വരുന്നൊക്കെ വരട്ടെന്നേ. ഫറവോൻ ഇങ്ങനെ പേടിപ്പിച്ചവന്റെ പഞ്ചതന്ത്രങ്ങൾ, അവരെ കൊണ്ടുപോകരുത്, ഇവരെ കൊണ്ടുപോകരുതാവട്ടെ, അവിടെ നിർത്തി. രണ്ടാമത്തിലേക്ക് വരാം. ഒന്ന് എന്ത് ചെയ്യണം? പഴമകൾ എന്ത് ചെയ്യണം? പൊളിക്കേണ്ടതിനെ പൊളിക്കണം. അങ്ങനെ പൊളിച്ചവർ ഒരു സ്വത്രം ഉറക്കെ പറ, സ്വത്രം. രണ്ടാമത്തത് പുതിയതിനെ എന്ത് ചെയ്യണം? അംഗീകരിക്കണം. ഒയ്യോ, അത് വലിയ പാടാ. രണ്ട് പാർട്ടികളെ അവതരിപ്പിച്ച് ആ ഭാഗം വിടാം. പുതിയതിനെ അംഗീകരിക്കുക. ഒന്ന്, ശൗൽ എന്ന പൗലോസ്. രണ്ട്, പത്രോസ് എന്ന ശീമോൻ. രണ്ടുപേരെ ഒന്ന് അവതരിപ്പിച്ച് ആ ഭാഗം പെട്ടെന്ന് അവസാനിപ്പിക്കുക, സമയത്ത് നിർത്താൻ വേണ്ടിയാ. ഒന്ന്, ശൗൽ എന്ന പൗലോസ്. ശൗലിങ്ങനെ പറയുകയാണ്, ഈ മാർഗക്കാരെയൊക്കെ ഞാൻ തല്ലിക്കൊല്ലും. അധികാരപത്രവും മേടിച്ച് ഇങ്ങേര് പോരുക. ഇങ്ങേരിങ്ങനെ കുതിരപ്പുറത്ത് 19 ആളുകളൊക്കെ ആയിട്ട് ഇങ്ങനെ പോരുക. ന്യായപ്രമാണം സംബന്ധിച്ച് പരീക്ഷനായതുകൊണ്ടാണ്. നല്ല എരിവാ. ഈ മാർഗക്കാരെല്ലാം കൊല്ലണം. അധികാരപത്രമുണ്ട്, പഠിച്ചോളൂ കേട്ടോ. എൻ്റെ ഭാവന ചിറക് വിടർത്തുകയാണ് ഞാൻ. അദ്ദേഹം കുതിരപ്പുറത്ത് കയറി കുളമ്പടി ശബ്ദം കേട്ടപ്പോഴേ പ്രാർത്ഥനാ മനുഷ്യനായ അനന്യാസ് എന്ന ഉപദേശിയുടെ അകത്തളത്തിൽ ആ ശബ്ദം കേട്ടു. അദ്ദേഹം മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കുവാൻ ആരംഭിച്ചു. ഇങ്ങനെയാണ്: യഹോവേ, കർത്താവേ, ബലവാനും ബലഹീനം തമ്മിൽ കാര്യമുണ്ടായാൽ അവിടുന്ന് എവിടെ നിൽക്കും? ഈ അധികാരപത്രവും കുതിരശക്തിയും ആളുകളും ഈ കൊച്ചു സഭയിലേക്ക് കയറി വന്നാൽ എന്തോ ചെയ്യും ഞങ്ങൾ? ഇവരെല്ലാം വാളുകൊണ്ട് തലവെട്ടി എടുത്തുകൊണ്ട് പോകത്തില്ലയോ? ശരിയല്ലേ? നമ്മുടെ സഭയിലേക്ക് അങ്ങനെ വരാത്തോണ്ടല്ലേ നമ്മളൊക്കെ പിടിച്ചു നിൽക്കുന്നേ. പണ്ട് PG വർഗീസ് സാറ് പറഞ്ഞൊരു ഉദാഹരണം മനസ്സിൽ തങ്ങിയിട്ടുണ്ട്. എന്താണെന്നറിയാമോ? ആണ്ടെ ഒരു രഹസ്യ ആരാധന സ്ഥലത്തോട്ട് 2 ആളുകൾ കയറി വന്ന് മേളിലോട്ട് 2 വെടി വെച്ചിട്ട് പറഞ്ഞു, 2 മിനിറ്റ് സമയം തരും, 5 മിനിറ്റ് സമയം തരും, എടുക്കാനുള്ളതൊക്കെ എടുത്ത് മക്കളോ പുസ്തകമോ ജീവനും കൊണ്ട് സ്ഥലം വിളക്ക് വിടാം, അല്ലാത്തവരെ മേളിലോട്ട് വെച്ച വെടി നെഞ്ചിനോട്ട് വെച്ച് നെഞ്ച് തുളച്ച് നിങ്ങളെ കൊന്നുകളയും. അവർ രൂക്ഷമായി നോക്കി നിൽക്കുകയാണ്. 5 മിനിറ്റ് സമയം കൊടുത്തപ്പം 2 മിനിറ്റ് കൊണ്ട് 100 പേരുള്ള സഭ 2 മിനിറ്റ് കൊണ്ട് 8-10 പേരായി. ബാക്കി 90 സ്ഥലം വിട്ടു. ഇവരെ വിളിച്ചു, നിങ്ങൾ പോരുന്നില്ല. അവർ പറഞ്ഞു, പോരുന്നില്ല, ജാകാൻ പോവുകയാണ്. എല്ലാം പോയി കഴിഞ്ഞപ്പം ഈ വന്നവർ ചോദിച്ചു, തീവ്രവാദികൾ ചോദിച്ചു, ഒക്കെ പോയോ? പോയി. വാതിലങ്ങടച്ചേക്കാൻ പറഞ്ഞു. ചാവുക എന്ന് ഉറപ്പായി. കുറ്റിയിട്ടേക്കാൻ പറഞ്ഞു. എന്നിട്ട് അവർ പറഞ്ഞു, തമ്പേറങ്ങെടുത്തോമ്പൊക്കെ ആരാധിക്കാമെന്ന്. എന്നാന്ന് വെച്ചു, കുറേ നാളായി ഞങ്ങൾ ശക്തമായി ഒന്ന് ആരാധിച്ചിട്ട്. നന്നായി ആരാധിക്കുന്ന സഭ ഏതാണെന്ന് അന്വേഷിച്ച് നടക്കുക. ഇവിടെ വന്നപ്പം കുറേ എണ്ണം അനങ്ങാതിരിക്കുന്നത് കണ്ടു. 2 വെടി മേലോട്ട് പൊട്ടിച്ചപ്പം മനസ്സിലായി ഡ്യൂപ്ലിക്കേറ്റ് എല്ലാം പോകുന്നു. എനിക്ക് ഡ്യൂപ്ലിക്കേറ്റിൻ്റെ കൂടെ ആരാധിക്കുന്ന ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഈ നിൽക്കുന്നല്ല. എന്നാ വന്നാലും ജാകാന്ത നമുക്കൊന്ന് ആരാധിക്കാമെന്ന് പറഞ്ഞ് മണിക്കൂർ ആരാധിച്ചെന്നൊരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇവിടെ സംഭവിച്ചതൊക്കെ തന്നെയാ. ഈ അനന്യാസ് ഉപദേശി മുട്ടുമടക്കി പ്രാർത്ഥന പറഞ്ഞു, കർത്താവേ, ഇതിനകത്തൊട്ടെങ്ങാൻ ഇവൻ വന്ന് കയറിയാൽ ഒരെണ്ണം കാണുകയില്ല. അതുകൊണ്ട് ഞാൻ പറയുന്ന ഭാഷ ഇതാണ്: യേശുക്രിസ്തുവിന്റെ രക്തം ദമസ്കോസിന്റെ പടിവാതിലിൽ വിശ്വാസത്തോടെ വരച്ചിട്ട് അനന്യാസ് പറഞ്ഞു, ഈ വരവിട്ട് അവൻ ഇപ്പുറത്തോട്ട് കടക്കല്ലേ കർത്താവേ എന്നിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന് കാണും. ദൈവം തമ്പുരാൻ ദാനിയേലിന്റെ പ്രാർത്ഥന കേൾക്കുന്നവനാ, രേഖയെ മാറ്റി എഴുതുവാൻ കഴിവുള്ളവനാ, പ്രാർത്ഥനാമുറിയിൽ ഇറങ്ങി വരുന്നവനാ, കിളിവാതിൽ തുറന്ന് പ്രാർത്ഥിച്ചാൽ വരുന്നവനാ. ആ പടിവാതിക്കൽ വന്നപ്പോൾ അവന്റെ സൂര്യപ്രകാശത്തെ വെല്ലുന്ന വെട്ടം അവന്റെ കണ്ണിലടിച്ചെന്താ കാര്യം? അവന്റെ കയ്യിലടിച്ചിട്ട് കാര്യമില്ലെന്ന്. കാല് വെട്ടിയാലും കൂടെ അവൻ ചെന്ന് ഒറ്റക്കാലെ ചെന്ന് കുത്തിക്കൊല്ലും. ഇവന്റെയൊക്കെ കാഴ്ചപ്പാടിനാണ് കുഴപ്പം. ഈ ആളുകളൊക്കെ കാഴ്ചപ്പാടിനാ കുഴപ്പം. ഹൃദയദൃഷ്ടി പ്രകാശിക്കാത്തതാ പ്രശ്നം. അവന്റെ കണ്ണിലേക്ക് ഇരുട്ട് കയറി കഴിഞ്ഞപ്പോൾ നിങ്ങൾ കണ്ടോളണം,
നമ്പർ 1. കുതിര പറയുന്നു, ഞാൻ ഇനി നിന്റെ കൂടെ ഇല്ല. കാരണം അന്ധനായ ഒരുവന്റെ കുതിരയായിരുന്നു ഞാൻ എന്നൊക്കെ പറഞ്ഞാൽ നാണക്കേടാ. ഞാൻ നിന്റെ കൂടെ ഇല്ല. വാള് പറഞ്ഞു, എടാ, കണ്ണുള്ള പത്രോസ് പണ്ടൊരു വെട്ടിയിട്ട് കഴുത്തേലല്ല കൊണ്ടത്, കാതേലാ കൊണ്ടത്. 2 കണ്ണുമില്ലാതെ പൊട്ടക്കണ്ണൻ നീ വെട്ടിയാൽ എവിടെ കൊള്ളും? അതുകൊണ്ട് ഞാനും നിന്റെ കൂടെ യാത്ര ചെയ്യാൻ താല്പര്യമില്ല. കൂടെ വന്ന 19 ആളുകൾ പറഞ്ഞു, പൊട്ടക്കണ്ണനാണോ ഞങ്ങളെ നയിക്കുന്നത്? ഞങ്ങളും നിന്റെ കൂടെ ഇല്ല. ഒരാളും അവന്റെ കൂടെ ഇല്ല. പിന്നെയുള്ള അധികാരപത്രമാ. ബേലി ഭാഷയൊന്നും ഇറങ്ങിയിട്ടില്ലല്ലോ. ഇപ്പോഴല്ലേ കണ്ണു കാണാൻ മേലാതായത്. ആരുടെ പേര് ആദ്യം വായിക്കാൻ നിർവാഹമില്ല. ചുമ്മാ നിൽക്കുന്ന ആ ശൗലിന്റെ കയ്യിൽ ദൈവാത്മ പിടിച്ചിട്ട് പറഞ്ഞു, അനന്യാസിന്റെ അടുത്തോട്ട് ചെല്ല്. അവിടെ ചെന്നപ്പോ സംഭവിച്ച കാര്യം അറിയാമോ? മുട്ടയിൽ നിൽക്കുന്ന അനന്യാസ് എഴുന്നേറ്റ് നിന്ന് കാണും. നടന്നു വന്ന ശൗല് മുട്ടുകുത്തി കാണും. അടുത്ത സംഭവം എങ്ങനെ ആയിരിക്കും? ഭാവനാപരമായി, ശൗലേ, സഹോദരാ, കാഴ്ച പ്രാപിക്കുക. ബലഹീനനായ അനന്യാസിന്റെ കരം ഇവന്റെ തലയിലോട്ട് വെച്ചപ്പം തിമിരം കണക്കെ, ചെതുമ്പൽ കണക്കെ താഴെ വീണു. ഒരു ദൂത് പറയുകയാണ് കേട്ടോ, ആത്മാവിൽ നൃത്തം ചെയ്ത് ആരാധിക്കാൻ പറ്റുന്നവര് സ്ഥലകാല വ്യത്യാസമില്ലാതെ ആരാധിച്ചു കൊള്ളണം. പുച്ഛിക്കുന്നതിനെ ചുംബിപ്പിക്കുന്നവനാണ് നമ്മുടെ ദൈവം.